Hello everyone, welcome to Expert GAN Corporate Training and Consulting. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓൾട്ട് സി ഫംഗ്ഷൻ എന്താണ്, അതായത് ടാലിയിൽ എന്താണ് ഓൾട്ട് സിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പം അത് പറയുന്നതിന് മുമ്പേ ഞാൻ ഓൾട്ട് സി നമ്മൾ നോർമലി ചെയ്യുന്നത് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കിവിടെ പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ നോർമലി നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ട്സ് ഇൻഫോയിൽ പോവുക, ലെഡ്ജേഴ്സിൽ പോവുക, ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് നോർമലി നമുക്ക് ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ. പക്ഷേ ഇവിടുന്ന് ഈ വൗച്ചറിൻ്റെ അടുത്തുനിന്ന് തന്നെ നമുക്ക് ചിലപ്പം ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ആ കേസിലാണെങ്കിൽ നമ്മൾ ഓൾട്ട് സി പ്രസ് ചെയ്യും. ഓൾട്ട് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് മിസ്റ്റർ എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ സൺട്രി ഡെപ്റ്റേഴ്സ് ആയിട്ട് തന്നെ കാണിച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ലെഡ്ജർ ക്രിയേഷൻ മാത്രമല്ല ഓൾട്ട് സീനെ കൊണ്ട്. ഓൾട്ട് സി ഏതൊരു സിറ്റുവേഷനിലും ഒരു ക്രിയേറ്റ് പോലെയാണ് വർക്ക് ചെയ്യുക. പക്ഷേ ഓൾട്ട് സി ചില സമയത്ത് കാൽക്കുലേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇവിടെ നമ്മൾ ലെഡ്ജർ ഏതാണ് പോസ്റ്റ് ചെയ്യേണ്ട അടുത്തുനിന്ന് ഓൾട്ട് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ലെഡ്ജർ ക്രിയേഷൻ ആണ് വരുന്നത്. അതേപോലെ എമൗണ്ട് ടൈപ്പ് ചെയ്യേണ്ട അടുത്ത് പോയി സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ഓൾട്ട് സി പ്രസ് ചെയ്യുമ്പം ആക്ച്വലി കാൽക്കുലേറ്റർ ആണ് ഓപ്പൺ ആവുക. അപ്പം എനിക്കിപ്പം ഒരു കാൽക്കുലേറ്ററിൽ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അതിൻ്റെ വാല്യൂ കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വലിയ എമൗണ്ട് ആണ്, അപ്പം അതിൻ്റെ ചിലപ്പോൾ ഒരു 1/4 ആണ്. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്കിവിടെ കാൽക്കുലേറ്റർ ഓപ്പൺ ആവും. അപ്പം ഞാനിപ്പം 100 ഡിവൈഡഡ് ബൈ 4. അപ്പം എന്താ സംഭവിക്കുന്നത്, ആക്ച്വലി ഞാൻ എന്താണോ കാൽക്കുലേറ്ററിൽ അടിച്ചത് അതിൻ്റെ റിസൾട്ട് ഇവിടെ എനിക്ക് ഡെബിറ്റ് സൈഡിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്കത് ക്രെഡിറ്റ് സൈഡിലും കിട്ടും. അപ്പം ഓൾട്ട് സി കൊണ്ട് ആക്ച്വലി ക്രിയേറ്റ് മാത്രമല്ല സംഭവിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു കാൽക്കുലേറ്റർ പോലെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ നോർമലി നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ ഉള്ള ടാലിയിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ എൻ ആണ്. കൺട്രോൾ എൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റർ ഓപ്ഷൻ ടാലിയിൽ ഇനേബിൾ ആവും. അതേപോലെ എസ്കേപ്പ് അടിച്ചാൽ പോകും. പക്ഷേ ഇവിടെ നമുക്ക് വരുന്നത് നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് അതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്കിവിടെ എമൗണ്ട് കോളത്തിൽ കിട്ടും. അതാണ് കൺട്രോൾ സി കൊണ്ടുള്ള ഒരു ഉപയോഗം. അപ്പോൾ കൺട്രോൾ സിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ ഇപ്പം നമുക്കിവിടെ കാൽക്കുലേറ്റർ ആക്കിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഇനിയിപ്പോൾ സ്റ്റോക്കിൻ്റെ ഐറ്റത്തിലാണെങ്കിൽ നമ്മളൊരു സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നേരെ പോയിട്ട് ഇൻവെൻട്രി ഇൻഫോയിൽ പോകണം, സ്റ്റോക്ക് ഐറ്റംസ് പോകണം, ക്രിയേറ്റ് നിൽക്കണം. അപ്പം ആ ഒരു കേസിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഒരു ആൾട്ടർനേറ്റീവ് ആണ് ഓൾട്ട് സി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ട് സി ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് ഐറ്റംസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്തു. ഞാൻ ഇതൊന്നും ഫോർ ടൈം ബീങ് ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. ഇപ്പം ഞാനൊരു നെയിം ഓഫ് ദി ഐറ്റം ഞാൻ ഇവിടെ പോയിട്ട് ഓൾട്ട് സി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്താണ് വരിക, സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ആണ് വരിക. അപ്പം നമുക്ക് എന്താക്കാൻ പറ്റും, ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓൾട്ട് സി പ്രകാരം. അതേപോലെ സ്റ്റോക്ക് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ കാൽക്കുലേറ്റർ, അതായത് കാൽക്കുലേറ്റർ ചെയ്തിട്ട് അതിൻ്റെ എൻഡ് റിസൾട്ട് നമുക്ക് എമൗണ്ട് കോളത്തിലേക്ക് കിട്ടുന്ന രീതിയിലും നമുക്ക് ഓൾട്ട് സി യൂസ് ചെയ്യാൻ പറ്റും.